Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പിന്റെ ഒരു കൂളിംഗ് പാഡ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പിന്റെ കൂളിംഗ് പാഡ് എന്തായാലും അത്യാവശ്യമായിരിക്കും ട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം ലാപ്ടോപ്പിന്റെ ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹീറ്റാണ് പരിപാടിയാണ്. അപ്പോൾ ഒരു കൂളിംഗ് പാഡ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങളുടെ ലൈഫ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങളല്ല ലാപ്ടോപ്പിന്റെ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡയാസോന്റെ ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് 1100 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നത് ആമസോണിലും കാലൊക്കെ. അതായത് ഇതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഇടുന്നുണ്ട്. ഇതാണ് ബോക്സിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഡയോസറ ബ്രാൻഡിങ് മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. ഡയോസറ ബ്രാൻഡിങ് മോഡൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ അതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ക്ലിയർ ആവ് ക്യാമറ. ഇതിന് പ്രൈസ് MRP കൊടുത്തേക്കുന്നത് 2000 രൂപയ്ക്ക് അതിൻ്റെ പകുതി നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വിൻഡ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ. ബാക്കിലായി കഴിഞ്ഞാൽ കുറച്ച് ചൈനീസിലൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണ്. ഞാൻ സ്പെക്സ് ഒന്ന് വായിക്കാം. 6 ഫാൻസ് വരുന്നുണ്ട്. നമുക്ക് ഡെലിവറി ചെയ്യാൻ ഇംപ്രസീവ് ക്യാൻ ബി അഡ്ജസ്റ്റ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. ഡ്യുവൽ USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി നമുക്കിതിൽ 6 ഫാൻസ് ഉണ്ട്. അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഒരു സീലിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു പാക്കേജ് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സീലിംഗ് ചെറുതായിട്ട് ഇതിങ്ങനെ ഒരു സീലിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു റാപ്പിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവമൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കേബിളും അതുപോലെ തന്നെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ കത്രിക വേണ്ടി വരും. ഞാനിങ്ങനെ വേണ്ട നമ്മൾ കൈ കൊണ്ട് ഇതിൻ്റെ നമുക്ക് റെഡ് ലൈറ്റിൻ്റെ ഉണ്ട്, ബ്ലൂ ലൈറ്റിൻ്റെ ഉണ്ട് കേട്ടോ. 2 ഡിസൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക് ഒന്ന് കളയട്ടെ. ഇതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് നമുക്ക് ബുക്ക്ലെറ്റ് വരുന്നത്. ഫുൾ ചൈനീസിലാണ് കേട്ടോ. ചൈനീസാണ് കണ്ടോ, ഫുൾ ചൈനീസിലാണ്. നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഡിസൈൻ കൊള്ളട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ കണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ. ഈ സൈഡിലായിട്ട് ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മെറ്റൽ ക്രാപ്പാണ് ചെറിയ പുതിയതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. മെറ്റലിൻ്റെ ഒരു മണം വരുന്നുണ്ട്. നമുക്കിവിടെ ലാപ്ടോപ്പ് ഇങ്ങനെ പോകാണ്ടിരിക്കാനുള്ള ഒരു പാഡ് നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ അങ്ങനെ വഴുതി പോകാണ്ടിരിക്കാനുള്ള പാഡ്. പിന്നെ നമുക്ക് ഒരു കേബിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കേബിൾ നമുക്ക് ഒരു കേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. USB പോർട്ടിൻ്റെ കേബിൾ USB A to USB ആണ്. ഇങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടോ. നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കിവിടെ ഉണ്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇത് വയ്ക്കാൻ നമുക്കിവിടെ കൺട്രോളിങ് സംഭവങ്ങളൊക്കെ ഉണ്ടോ. നമുക്കിവിടെ പോർട്ട് കാണുന്നതായിരിക്കും 2 USB പോർട്ട്. നമുക്കിവിടെ ഫാനിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാനുള്ളത്. ഞാൻ എന്തായാലും ഇത് നമ്മുടെ പവറിൽ കുത്തിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ലൈറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാമല്ലോ. ഞാൻ എന്തായാലും ഇത് അടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് ടേബിളിൽ വെച്ചിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2ാം ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് ടേബിളിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേബിൾ ആ കലമ്പായിട്ട് എടുക്കട്ടെ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ ലാപ്ടോപ്പ് ഞങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും ഇത് വെച്ച് നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ലാപ്ടോപ്പ് എന്താ വെച്ചാൽ ഫുള്ള് ടേബിൾ കുറച്ച് അലമ്പായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ടേബിൾ അലമ്പായിട്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് നമ്മുടെ ലാപ്ടോപ്സും അതുപോലെ നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കേബിൾ കുട്ടികൾ കിട്ടിക്കുന്നത് അത്യാവശ്യം ചെറിയ ലെങ്ത് അത്ര ഉള്ളൂ. കേബിളിൻ്റെ ലെങ്ത് വരുന്നത് അത് കുഴപ്പമില്ലാത്ത സംഭവമല്ല. എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് നമ്മുടെ ഒരു ഇതിൽ കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പവർ ബാങ്കിൽ എനിക്കിതിൻ്റെ ബിൽ ക്വാളിറ്റി നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് ചെറിയൊരു ലൈറ്റേ ഉള്ളൂ. ബ്ലൂ കളറാണ്. നമുക്കിത് റെഡ് കളറിൽ അവൈലബിൾ ആണ്. ചെറിയൊരു ലൈറ്റേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ബിൽ ക്വാളിറ്റി നല്ലതാണ്. നമുക്കിത് ഓഫ് ചെയ്യാനും പറ്റും. നമുക്കിത് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതിനനുസരിച്ച് ഫാനിൻ്റെ സ്പീഡും കൂടും. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് കുറയും. ഇത് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് കൂടും കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ 𝗵𝗏𝗏𝗧𝗪𝗏 ഒരെണ്ണം ഇട്ടിരുന്നു. 2 ലെവലിൻ്റെ ഒരു കൂളിംഗ് പാഡ്.
അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. അതിന് പക്ഷേ ഒരു 500 താഴെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. ഇതിന് അതിന് ഓൾമോസ്റ്റ് ഡബിൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അത് പിന്നെ പറയാൻ പറ്റില്ല. പ്രൈസ് അനുസരിച്ചല്ല നമുക്ക് എല്ലാത്തിൻ്റെയും ക്വാളിറ്റി കിട്ടുക. ഇതിൻ്റെ ഫാനിൻ്റെയും കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കി കഴിഞ്ഞാലും കൊള്ളാം, ലുക്ക് വൈസ് നോക്കി കഴിഞ്ഞാലും കൊള്ളാം. ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ബ്ലൂ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. RGB അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഡയാസോൻ്റെ കൂളിംഗ് പാഡ്, ലാപ്ടോപ്പ് കൂളിംഗ് പാഡ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കേണ്ട ഈ സാധനം. ഒരു പ്രോബ്ലം ഇല്ല. 15.6 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പ് വരെ നമുക്ക് ഇതിൽ കൊള്ളൂട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടി ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത കാണാം. ബൈ.